ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് മിക്സ് വെജ് സോയ കീമ പുലാവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹൈ പ്രോട്ടീൻ റെസിപ്പി അത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. അത് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിളക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്കൊന്ന് അരിയൊന്ന് കുതിർത്തി വെക്കാം. 1.5 കപ്പ് ഏത് ഗ്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അതിന് അളവിന് വേണം എല്ലാ കാര്യങ്ങളും എടുക്കാനായിട്ട്. ഞാൻ ബാസ്മതി റൈസ് എടുത്തേക്കുന്നത് 1.5 കപ്പ് അരിയാനാണെങ്കിൽ 3-4 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂറത്തേക്ക് നമുക്ക് കുതിർത്തി വെക്കാം. ആ നേരം കൊണ്ട് ഇവിടെ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ സോയ ചങ്ക്സിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറത്തേക്ക് നമുക്ക് അരമണിക്കൂറോ അല്ലെങ്കിൽ 15 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. നന്നായിട്ടും സോക്കായി കഴിയുമ്പോൾ ശേഷം നമുക്കത് ഇതുപോലെ വെള്ളമൊക്കെ അതിൻ്റെ പിഴിഞ്ഞ് കളഞ്ഞ് ഒരു ചോപ്പറിനകത്തോ അല്ലെങ്കിൽ മിക്സി ജാറിനകത്തോ ഇട്ട് നമുക്കാണെങ്കിൽ പൾസിന് മൂടി വെച്ചിട്ട് നമുക്ക് പൾസ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ക്യാബേജും ക്യാരറ്റും എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വെജീസാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. 2 സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അതിന് ശേഷം 5-6 പച്ചമുളകും കുറച്ച് മല്ലിയിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ വേണം എടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ പകരം ഇതിനകത്ത് ഇനി നമുക്കാണെങ്കിൽ വേറെ വെജീസ് ക്യാപ്സിക്കം, ബീൻസ്, മഷ്റൂം അല്ലെങ്കിൽ പനീർ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വേണം വെജീസ് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു പ്രഷർ കുക്കർ എടുക്കുക. അത് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് വെക്കാം. 2 ടീസ്പൂൺ നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറിയ ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ബേ ലീവ്സ്, കറുവാപ്പട്ട, ഗ്രാമ്പു ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതെല്ലാം സോത്തേ ചെയ്ത് കഴിയുമ്പം നമുക്ക് അതാണെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 സവാള പൊടിയായി അരിഞ്ഞ് അതും കൂടെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തെ നമുക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കുന്നില്ല, അതും കൂടെ നമുക്ക് അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടെല്ലാം സോർട്ട് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സവാള സോർട്ട് ആയി കഴിയുമ്പം 2 തക്കാളി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കാം. അതും കൂടെ അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഇനി ഒന്ന് വെന്ത് വഴണ്ട് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ഉപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. തക്കാളിക്ക് ഒന്ന് വെന്ത് ഉടഞ്ഞ് കഴിയുമ്പോൾ നമുക്കകത്ത് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ, 2 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനം ഇട്ടിട്ട് നമുക്ക് എണ്ണയ്ക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. മസാല ഒന്ന് കരിഞ്ഞ് പോകാൻ സൂക്ഷിക്കണം. ഞാൻ ഗരം മസാല ഇപ്പോഴാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ പച്ചക്കറി അരിഞ്ഞ് വെച്ചേക്കുന്നത് ക്യാബേജും ക്യാരറ്റും പിന്നെ സോയ ചങ്ക്സിന് കീമ റെഡിയാക്കി വെച്ചാൽ അതും നമുക്ക് ഇട്ട് കൊടുക്കാം. 2-3 മിനിറ്റത്തേക്ക് നമുക്ക് ഈ മസാല ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ വഴണ്ട് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏത് പുലാവോ കാര്യങ്ങൾ നമ്മൾ എന്തുണ്ടാക്കിയാലും നന്നായിട്ട് എണ്ണയിൽ മസാലയ്ക്കകത്ത് കിട്ടാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അത് നമ്മൾ സാധനം റെസിപ്പി നമ്മൾ റെഡിയാക്കുവാണെങ്കിൽ നല്ലൊരു അടിപൊളിയായിട്ട് ടേസ്റ്റ് കിട്ടും കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ ഒന്ന്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞപ്പം നമ്മൾ അരി കുതിർത്തി വെച്ചില്ലേ, അതിനകത്തുള്ള വെള്ളം എക്സ്ട്രാ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിട്ട് കൊടുക്കാം. അതിന് ശേഷം അതും കൂടെ നമുക്ക് 2-3 മിനിറ്റത്തേക്ക് നമുക്ക് മസാലയ്ക്കകത്ത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഏത് കപ്പോ ഗ്ലാസ്സോ എടുത്തേക്കെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ നമുക്ക് 2.5 കപ്പ് വെള്ളം. നിങ്ങളിപ്പോൾ 1.5 ഗ്ലാസ് അരി എടുക്കുവാണെങ്കിൽ അപ്പോൾ 2.5 ഗ്ലാസ് വെള്ളം. ഏത് കപ്പോ ഗ്ലാസ് എടുക്കുന്നത് വെച്ചാൽ അതിന് തന്നെ വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ കപ്പ് കൊണ്ടല്ലേ 1.5 കപ്പ് അരി എടുത്തേക്കുന്നത്, അതുകൊണ്ട് 2.5 കപ്പ് വെള്ളം ഇതുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ഇതൊന്ന് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ഉപ്പിച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അരിക്കകത്തൊക്കെ ഉപ്പ് പിടിച്ച് വരുമ്പോൾ ഉപ്പ് കുറഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് മുന്നിട്ട് നിൽക്കുന്ന രീതി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 2 വിസിൽ വന്നു കഴിയുമ്പോൾ ഒരു അരമണിക്കൂറത്തേക്ക് തുറക്കാതെ ഇങ്ങനെ വെക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് തുറന്ന് കുറച്ച് നാരങ്ങ നീര്, ഒരു അരമുറി നാരങ്ങയുടെ നീര് നമുക്കത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ടാണെങ്കിൽ കുറച്ച് അത് നമുക്കിപ്പോൾ സെർവ് ചെയ്യണമെങ്കിൽ സെർവ് ചെയ്യാം. ഇപ്പോൾ കുഴഞ്ഞിങ്ങനെ ഇരിക്കുന്ന കൂട്ടിരിക്കും കേട്ടോ. നിങ്ങൾക്ക് അരിയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വേറെ കിട്ടുന്ന രീതി വേണമെങ്കിൽ ഒരു അരമണിക്കൂറത്തേക്കും കൂടെ അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റത്തേക്കും റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിന് ശേഷം സെർവ് ചെയ്യാം. തൈരോ പപ്പടത്തിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.